വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് കാണിച്ചു തരാം. പന്ത്രണ്ട് വർഷത്തെ ചരിത്രത്തിൽ ബ്രിട്ടീഷിന്റെ കയ്യിൽ പിടിച്ച് വന്നു ചേരുകയാണ് വേമ്പനാടിന്റെ പെണ്ണാടിന്റെ അടിയിൽ റാണിമാർ പിറവികൊണ്ട ഉത്തര ഭാരത ഭൂമിയിലെ വിരിമാറിൽ പിറവികൊണ്ട വച്ച സുന്ദരികൾ കാലം വൈദ്യന്മാരിന് മലയാളമായി നൽകിയപ്പോൾ അടകിന്റെ അവനാഴിയുമായി കേരളം പിടിക്കുവാൻ ഇറങ്ങിയവർക്ക് ഒരായിരം സ്വാഗതം. എന്തറാണി വേമ്പനാട് വിജയനും ചെയ്യും സാരഥ്യമാകും തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. കാലം കൈകൊണ്ട് നിൽക്കുന്ന ആഘോഷം വൈക്കത്തപ്പന്റെ സന്നിധാനത്തെ ബുദ്ധിസാന്ദ്രമാക്കുകൊള്ളുക. ഈ ആനയൂട്ടിന് അവർ നേതൃത്വമാൻ വന്നു ചേരുന്നു. വൈക്കത്തപ്പന്റെ മണ്ണിലെ മറ്റൊരു ഗജരാജൻ കാലം തെക്കൻ തട്ടകത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ ചരിത്രങ്ങളിൽ തിളങ്ങിയ മാതംഗ സുന്ദരൻ ഗജരാജൻ വേമ്പനാട് മഹാദേവൻ. പകരം വയ്ക്കാനില്ലാത്ത സൗന്ദര്യത്തിലേക്കും തന്നെ എന്ന പല നാട്ടിലും തെളിയിച്ച വീരപൗരുഷമാണിത്. അനവധി വളർച്ച നാടുകൾ വന്നിറങ്ങിയ മണ്ണിനെ എണ്ണം പറഞ്ഞൊരു നാടൻ സുന്ദരനാടുകൾ പേരും പെരുമയും നിറഞ്ഞ മുകളിൽ ആവേശം പോലെ എഴുന്നത് എന്ന ദീർഘകാല ചരിത്രമുള്ളവൻ അർജുനനും വാസുദേവനും അനന്ത പത്മനാഭനുമൊപ്പം വേമ്പനാടിന്റെ യശസ് ഉയർത്തിയ വീര പ്രജാപതി അടകിന്റെ പ്രജാപതിമാർ അണിനിരുന്ന മണ്ണിൽ ആന കേരളത്തിന്റെ മറ്റൊരു സഖ്യനായകനായി അവതരിക്കുകയാണവൻ. സഖ്യപതി വേമ്പനാട് മഹാദേവൻ. മാറ്റുകൂട്ടി ആദിനാട് സെറ്റുകുളത്തിന് വാഴുന്ന തമ്പുരാട്ടി അമ്മയുടെ ആൺകുട്ടി കടന്നു വരികയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീരഗജരാജൻ ആദിനാട് സുധീഷ് മികവാർന്ന ഗതസൗന്ദര്യത്തിന്റെ മികവും പെരുമയുമായി തെക്കൻ മലയാളം വാഴുന്ന രാജകേസരി ആരും പഠിക്കുന്ന മുഖശ്രീയുമായി ഉത്സവ കേരളം നെഞ്ചിലേക്കിയ നാട്ടാണ് ചന്തം. അതെ, ഇവൻ കൂടെയുള്ള സഞ്ജയനോടൊപ്പം ആദിനാടിന്റെ പേരിൽ കുടുംബയും ഊട്ടിക്കൊണ്ടിരിക്കുന്നവൻ. തിരുവിതാംകൂറിലെ എണ്ണം പറഞ്ഞ ഉത്സവങ്ങളിൽ തന്റെ സാന്നിധ്യം ഒഴിച്ചു നേരിടുന്നവൻ. ആഘോഷം നൽകുന്ന തിരുവിതാംകൂറിൽ നേരിട്ട സൗന്ദര്യമായി നിലകൊള്ളുന്ന തമ്പുരാനുക പേരും പെരുമയും പറഞ്ഞ പെരും തൃക്കോവിലപ്പന്റെ തിരുമുറ്റത്തേക്ക് താരമായി വന്നിറങ്ങിയവൻ. ഈ ആഘോഷത്തിന് മാറ്റിക്കൂട്ടിക്കൊണ്ട് ഇവിടെ ഒരു ആനയൂട്ടിലേക്ക് കടന്നു വരികയാണവൻ. ഗജരാജൻ ആദിനാട് സുധീഷ്. അണിനിരക്കുന്ന ജനസാഗരം ആനച്ചന്തം കാണാൻ അണിനിരക്കുമ്പോൾ ആവേശങ്ങൾക്ക് നിരികൊടുത്തിക്കൊണ്ടിത കടന്നു വരുന്നു വൈക്കത്തിന്റെ സഖ്യ സൗന്ദര്യം. നേരം തെളിഞ്ഞു നിന്ന നേരത്ത് തിരു വൈക്കത്ത് അവതരിച്ച സഖ്യ സൗന്ദര്യം. ഗജരാജൻ വേമ്പനാട് വാസുദേവൻ. ഇതാ ബ്രിട്ടീഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വന്ന് ചോദിക്കുകയാണ് വാസുദേവൻ. നാലാൾ നോക്കിരുന്ന മണ്ണിൽ നേരിടും ആനച്ചന്തത്തിന്റെ അഴകും തിരുവം കാണിച്ചു കൊടുത്തവൻ. മലയാളക്കരയുടെ വിരിമാറിൽ ഒരു കാലത്ത് ആവോളം ആരാധകരെ സൃഷ്ടിച്ച് കരുത്തനായ ആൺപറപ്പ് കാണുന്ന കണ്ണുകളിൽ ആനക്കമ്പത്തിന്റെ ആവേശം ലഹരിയായി സമ്മാനിച്ചുകൊണ്ടിതാ കടന്നു വന്നിരിക്കുകയായി വാസുദേവൻ. ഏറികേട്ട് ആരവങ്ങൾ നിറയുന്ന മണ്ണിലേക്ക് താരമായി തന്നെ തിരികെ വരുന്ന വാക്കുകൊടുത്തവൻ. ഗജരാജൻ വേമ്പനാട് വാസുദേവനും സാരഥിമാർഗം തിരുവൈക്കത്തപ്പന്റെ മണ്ണിലെ ആനയൂട്ട് കൂടുവാൻ സ്വാഗതം, സുസ്വാഗതം. കണ്ഠത്തിൽ സർവവും കയ്യിൽ തൃശൂലവും ധരിച്ച കണ്ടിയൂരപ്പന്റെ മാനസപുത്രനിത അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വന്നു ചേരുകയായി. ഇവൻ ഓണാട്ടുകരയുടെ രാജകുമാരൻ ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേം ശങ്കർ വരികയായി. സാരഥി രാജേഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്ന് കൊണ്ടുവന്ന് മികച്ച യുവത്വമായി വളർന്നു വരുന്ന താരയൗവനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനിരി ചന്തത്തിന്റെ കയ്യൊപ്പച്ചാട്ട് വളരുന്ന സുന്ദര യുവരാജൻ. ആളും മാനവങ്ങളും അകന്നു നിന്ന കാലത്തും തിരുവൈക്കത്തപ്പനെ സേവിക്കുവാൻ പടികിടന്ന് വന്നവൻ.
ചരിത്രവും വിശ്വാസവും ഇഴകലർന്ന മണ്ണിലെല്ലാം ആഘോഷത്തിന്റെ പ്രതീകമായി വന്നു ചേരുന്ന യുവനായകൻ പ്രണവം പിണങ്ങുന്ന മണ്ണിൽ പ്രതിഭ കൊണ്ട് നായകത്വം വഹിക്കുവാൻ ഇതാ വന്നു ചേരുകയാണവൻ. ചക്രപാണിയും മധുവും ഉണ്ണികൃഷ്ണനും ശേഷം മാവേലിക്കരുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്ന അഴകിന്റെ മുടിചൂടാമന്നൻ തിരുവിതാംകൂർ ഭാഗ്യനായകം ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേംശങ്കർ. അലയടിക്കുന്ന തിരമാലകളുടെയും നാലടിക്കുന്ന ഉത്സവ പെരുമകളുടെയും ഹൃദയശീലികളെ നെഞ്ചിലേറ്റി ആലപ്പുഴക്കാരൻ ഇനിയിതാ തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് കടന്നു വരികയായി. ഇവൻ പതിവുപോലെ തിരുവൈക്കത്തശ്വരി കൂടുവാൻ കടന്നു വരുന്ന വേറിട്ട ആനച്ചന്തം ഗജരാജൻ കുളമാപ്പിൽ രാജ. ആനക്കിടത്തിൽ അഗ്രഗണ്യനായ ചട്ടക്കാരൻ ആലപ്പുഴക്കാരൻ പാറാരിക്കുളം അജിയുടെയും ശരത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വന്നു ചേരുകയാണ് രാജ. ഒരു കാലം ദേശിക നാടിന്റെ മഴക്കത്തിൽ ആവോളം മഹിമകളുമായി തുടങ്ങി നിന്നവൻ കുളമാക്കൽ തറവാടിന്റെ മടുത്തത്തിലേക്ക് കടന്നു വന്നപ്പോൾ കാലം കൈനീട്ടി സ്വീകരിച്ച കാർമുകിൽ വർമ്മൻ വൈക്കം അഷ്ടമിയുടെ ചരിത്ര പെരുമയിൽ തന്റെ നാമവും തിളങ്ങണമെന്ന ഭാഷയുമായി ഇത്തവണയും എഴുന്നള്ളിപ്പിന് പ്രൗഢി തീർക്കുന്ന ഒന്നാം തരം കൂട്ടാണ്. ഒന്നിനൊന്ന് മികച്ച വേദികളിലേക്ക് കടന്നു ചെന്ന നിയോഗങ്ങളുടെ താരപ്രഭയെ നെഞ്ചിലേറ്റിയവൻ ഗജരാജൻ കുളമാക്കി രാജ. പിന്നീടുള്ള വീതികളെമ്പാടും മുന്നേറ്റത്തിന്റെ കഥകൾ പറയുന്ന തിരുവൈക്കത്തിന്റെ സ്വന്തം ആമികളുടെ ആവേശമായി മാറുന്നില്ല കടന്നു വരികയായി. വൈക്കത്തിന്റെ മകനെ പുതിയൊരു അതിഥി അവയ്ക്കുള്ളിൽ കണക്കില്ലാത്ത നിധിയുള്ള പോലെ അകതാറിൽ കരുണയുള്ള തീരാസാഗരമുള്ള അനന്ത പത്മനാഭന്റെ മണ്ണിൽ നിന്നും അന്നദാന പ്രഭുവിന്റെ മണ്ണിലെത്തിയ മാതങ്ക ശ്രീമാൻ സിന്ദൂര കുലപതി വേമ്പനാട് അനന്ത പത്മനാഭൻ. തെക്കൻ മണ്ണിന്റെ മത്സരത്തിൽ തിളക്കമുള്ള തമ്പുരാനായി വാഴുവാൻ, ഓണാട്ടുകര അടക്കി വാഴുവാൻ, ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും പടികടന്നു ചെന്ന് കാലനിയോഗത്താൽ വേമ്പനാട് കായലിന്റെ തീരത്ത് സ്വന്തമായവൻ. എഴുന്നള്ളിപ്പിന്റെ രാജകഥ നിറയുന്ന മണ്ണിലെല്ലാം പെരുമാറുന്ന സ്വന്തമായി മരുവുന്ന മാതങ്ക ശ്രേഷ്ഠൻ. ആനക്കമ്പത്തിന്റെ പേരിൽ ആളുകൾ അണിനിരക്കുമ്പോൾ അതിലഴകിന്റെ നാട്ടുകൾ നിറയ്ക്കാൻ പോകുന്ന വേറിട്ട ചന്തം. വീരന്മാർ വാഴുന്ന വൈക്കത്തെ രാജഭൂമിയിൽ വാളോളം പൂർത്തിയുമായി വരുന്ന മാതൃക തിരുവചനില്ല. തിരുവാർന്ന സൗന്ദര്യ ഭാവത്തിനാലും ഭംഗിയാർന്ന സൗന്ദര്യമായത്തിനാലും ആരാധന ഹൃദയങ്ങളിൽ ആൺതുടങ്ങിയ ആന സ്വരൂപമായി തന്റെ സാരഥി പള്ളിപ്പുറം രാജേഷിന്റെ കൈകൾ പിടിച്ച് നടന്നു വരികയാണ്. ഊട്ടിയുറപ്പിന്റെ സൗന്ദര്യ മഹിമ കൊണ്ടും മനം മയക്കുന്ന മനോഹാര മസ്തകം കൊണ്ടും തെക്കിന്റെ തിലകപ്പുരിയായി മാറിയ താരകരാജൻ തികഞ്ഞ ശാന്തതയും തികവാർന്ന സൗന്ദര്യവും ഒന്നു ചേർന്ന മാതങ്ക ശ്രീമാൻ സിന്ദൂര കുലപതി വേമ്പനാട് അനന്ത പത്മനാഭൻ. ഇരുവർക്ക് മറിഞ്ഞു നിൽക്കുമ്പോൾ ആനന്ദാരങ്ങൾ ആകുലമാകുമ്പോഴില്ല വൈക്കത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. തെക്കൻ നാടിന്റെ മറ്റൊരു സഖ്യ സൗന്ദര്യം. വാഴുന്ന മണ്ണിലെ വീരനായി വീഴുവാൻ വീറും വാശിയും വരമായി കൊണ്ടിയ ആദരവ് ശ്രീ ഭൂതനാഥ സ്വാമിയുടെ മണ്ണിലെ മാതങ്ക ശ്രീമാൻ ഗജകേസരി തലത്താവുള്ള സുരേഷ് വരികയായി. തന്റെ സാരഥി കലവച്ചാൽ രാജുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ പുതുമയുടെ അധ്യായം രചിക്കുവാൻ അഴകിന്റെ നാട്ടാന ചന്തം. കഴിഞ്ഞ കാലത്തിലോടും കടന്നുപോയ വീഥികളോടും കലർപ്പില്ലാത്ത സൗന്ദര്യം കൊണ്ട് കടപ്പാട് തീർന്നവൻ. ഇടപെടാൻ വരുന്നവരോട് വിളിക്കാൻ പോകുന്ന അഴക് മണവും മണിയോട് നിറയുന്ന തെക്കിന്റെ പോരാളി. നടവയ്ക്കുന്ന മണ്ണിൽ നാലാളത്തിന്റെ നായക ഭാവത്തിൽ മയക്കി ആരാധകരാക്കി നടക്കുന്നവൻ. പാരമ്പര്യത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുന്നേ വിട്ടുമാറ്റിയ തലത്താമുടെ തറവാടിന്റെ ഇന്നത്തെ അഭിമാന താരമായവൻ തലത്താമുടെ കേസരി തലത്താമുള്ള സുരേഷ്. ആഘോഷത്തിന്റെ താരങ്ങൾ അല്ലെങ്കിൽ ആഘോഷം വൈകിട്ടേക്കില്ല. ആഹ്ലാദയുടെ ആനക്കുട്ടി ആനക്കുട്ടി കടന്നു വരുന്നു. ഇവൻ ആഘോഷത്തിന്റെ യുവസൂര്യൻ മുഖത്തല കണ്ണന്റെ ആനക്കുട്ടി ഒരു പ്രിയൻ ആ
വിഷ്ണുനാരായണൻ അവതരിക്കുകയായി. എണ്ണം പറഞ്ഞ വീരന്മാരെയും ചരൽപ്പരത്തിൽ എഴുന്നള്ളിച്ച് വൈക്കത്തിന്റെ മണ്ണിൽ പേരെടുത്ത സ്വന്തക്കാരൻ തെക്കിന്റെ തെക്കൻ പേരും പെരുമയുമായി തെക്കൻ വടക്കിടത്തിന്റെ ചേർച്ചലക്കാരൻ ആദ്യ കേരളത്തിന്റെ സ്വന്തം മാമ്പിയുടെ കൈയെ പിടിച്ചുകൊണ്ട് വീണ്ടും വന്നു ചേരുകയാണവൻ. യുവത്വത്തിന്റെ ആവേശത്തിന് അധികം നിന്നെന്ന് തെളിയിച്ച ഭൂമികൾ അടക്കി ഭരിക്കുന്നവൻ. കൊല്ലത്തെ പയ്യനിൽ നിന്നും കരിവീര കേരളത്തിന്റെ കരുത്തിലേക്ക് ദൃഢമായി ചുമട് വഹിക്കുന്നവൻ. അതെ, ഇവനാണ് കേരളത്തിന്റെ മുഖത്തിലക്കാരൻ. ഉലഹരിയുടെ മണ്ണിലെ എന്തിനും പോകുന്ന ആളെ കൂട്ടി ഉലഹരി പ്രിയും അന്നനാളെ പ്രഭുവുണ്ട്. ഇവരെ മുഴുവൻ വീണ്ടുകേട്ട തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് നിഗമോന്നവൻ ആണ് യൂണിലേക്ക് മുഖത്തിലക്കാരനും കടന്നു വരികയായി. കൊല്ലത്തെ പയ്യനിൽ നിന്നും കരിവീര കേരളത്തിന്റെ കരുത്തിലേക്ക് ദൃഢമായി ചുമട് വഹിക്കുന്നവന്റെ വരവ് ഭഗവാന്റെ വെള്ളികളിൽ ആഭരണമായി ചൂടിയ ആൾക്കൂട്ടിയവൻ തെക്കൻ കൊല്ലത്തിന്റെ മടിക്കത്തിൽ നിന്ന് വെങ്കട ശ്രേണിയുടെ വിട്ടുവരാതിലേക്ക് വലതുകാലത്ത് കടന്നു വരുന്ന യുവരാജാവിവൻ ഐശ്വര്യമെന്ന ശ്രീലപ്പെട്ട മറുപടി പറഞ്ഞ വീരകുമാരൻ വടക്കൻ മണ്ണിന്റെ മടിക്കത്തിൽ ഗർഭിണികൾക്ക് വശ്യമായ സൗന്ദര്യത്തിന്റെ ആമഭാവത്തോടി വരുന്ന ആൾക്കൂട്ടി ചരിത്രം പള്ളികളെന്ന മലയാളക്കരയിലേക്ക് ചുവടുവെച്ച് വന്ന ചരിത്രം തന്റെ പേരെ കുറിച്ചിട്ട് അതേ ആൾക്കൂട്ടി കാലങ്ങൾ മാത്രം അയനിരമ്പുന്ന പൂരങ്ങളിൽ യുവകാലപ്രഭയുടെ അവസാനമാക്ക് പൂരമാകുന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങുറച്ച് എഴുന്നള്ളി നിൽക്കുകയാണിവൻ. ഉലകം ഭയമുള്ള കാന്തി കൊണ്ട് ഉയരപ്പെരുമകളുടെ മുന്നിൽ ചരിത്രം രചിക്കുന്നവൻ ഇവൻ. മുഖത്തുള്ള നരഹരി പ്രിയന്റെ ഒരേ ഒരാളെക്കൂടി കൊല്ലത്തിന്റെ ആളെക്കൂടി ദേശിന്റെ നാടിന്റെ ആളെക്കൂടി മുൽഹരി പ്രിയൻ ആകാവിള വിഷ്ണുനാരായണൻ. അഞ്ച് വീരന്മാരിൽപ്പെട്ട വേമ്പനാട് തറവാടിന്റെ തലമുറ വൈക്കത്തുകാരന്റെ അഭിമാനം വേമ്പനാട് കൃഷ്ണദാസത്തിന്റെ പൊന്നോമന പുത്രൻ ഇതാ എന്നും മുഴങ്ങുന്ന പ്രവാകാരത്തിന്റെ ശൈലഭൂമിയിൽ ഇനി വരികയാണ് വൈക്കത്തിന്റെ അഭിമാനകാരൻ. തിരുവൈക്കത്തിന്റെ നാമത്തിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയടിപ്പിക്കുന്ന കരിവീരകാരനും വെമ്പനാടിന്റെ മാതൃക മാണിക്യം ഗത പ്രജാപതി വേമ്പനാട് അർജുനൻ. ആരും പുതുക്കുന്ന മുഖശ്രീയും ആളുകൾ ആകർഷിക്കുന്ന സ്വഭാവ മഹിമയുമായി പുതിയ ഉത്സവകാലത്തെ വരവേൽക്കുവാൻ സാരഥി തൂച്ചുവേലി കുഞ്ഞുമോന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട വൈക്കത്തപ്പന്റെ യാതൊരു വീടുവാൻ വരികയാണ് അർജുനൻ. വെമ്പനാടിന്റെ അർജുനൻ വേമ്പനാട് തറവാടിന്റെ തലമുറകാലം വേമ്പനാട് പുഷ്പദാസന്റെ പൊന്നോമന പുത്രൻ ഉത്തരേന്ത്യൻ മണ്ണിലെ വിരിമാറിൽ നിന്ന് വിട്ടുന്ന സൗന്ദര്യത്തിന്റെ പ്രതിപുരുഷനായി തിരുവൈക്കത്തേക്ക് വന്നു ചേർന്നവൻ. തികഞ്ഞ ശാന്തത കൊണ്ട് ആരാധകരുടെ മനസ്സിലേറി ആഗ്രഹങ്ങൾക്ക് പൂർണ്ണത നൽകി വളർന്നവൻ. അഷ്ടമി പെരുകയിൽ ആറാടി വളർന്ന കേരളത്തിന്റെ സുന്ദര സ്വരൂപമായവൻ. തിരുനക്കരയുടെ പൂരപ്പെരുകയിൽ ഫലമായി കണ്ട നാമധേയം മുഴങ്ങണമെന്ന വാശിയുള്ള വൈക്കത്തിന്റെ വെമ്പനാട് വേമ്പനാട് ഗ്രൂപ്പിന്റെ എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാരിൽ എന്തിനും പോകുന്ന സൗന്ദര്യ ശ്രീമാൻ ഗജപ്രജാപതി വേമ്പനാട് അർജുന. നിനക്കും നിന്റെ സാരഥിമാർക്കും അന്നദാന പ്രഭുവിന്റെ ദിവസന്നിധിയിലേക്ക് സ്വാഗതം. അതെ, ഇവൻ ഒരുങ്ങി സൗഭാഗ്യകരമായി എന്നുകൂടെയും വൈക്കത്തേക്ക് വന്നു ചേർന്നവൻ ആലപ്പുഴയിലേക്ക് വന്ന നാൾ മുതൽ ആവേശമോടെ വഴി നടത്തുന്ന പ്രിയ സാരഥി മാരാരിക്കുളം ഋഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു വൈക്കത്തശ്വനി ആളുകളുടെ വീടുവാൻ വരികയാണവൻ. സർവാലങ്കാരിഭൂഷകമായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറി തന്റെ പെരുമയെ ഈ നാട്ടിൽ ഊട്ടിയുറപ്പിച്ചവൻ. കലകൂരിന്റെ മണ്ണിലെ കരുത്തിന്റെ രൂപമായ ആലപ്പുഴയുടെ ആലപ്പൊരുമ ചൂടുന്ന താരയൗവനം അറിഞ്ഞ് സ്വീകരിച്ച നാടുകളെല്ലാം ആഘോഷത്തിന്റെ ഉത്സവവേളം സമ്മാനിച്ച ചരിത്രമുള്ള പാപ്പന്റെ വരവ്. അതെ,
ഇവൻ അഷ്ടമി ഉത്സവത്തിന്റെ ആഘോഷമാക്കുന്ന ദേവസംഗമത്തിൽ തന്റെ നിത്യ സാന്നിധ്യം തെളിയിക്കുന്നവൻ തികഞ്ഞ പെരുമയും അതിനൊത്ത ചന്ദ്രവുമായി ഇത്തവണയും വൈക്കത്ത് നിറം നിറയുന്ന ഐശ്വര്യ ശ്രീമാൻ ഗണേശനോടും രാത്രിയോടെ ഒന്നിച്ചു പാടുന്ന കുളമാക്കിലെ കല്യാണ എന്ന ഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥി നിടക്കെട്ടുന്ന സാരഥിമാരും തിരുവൈക്കത്തപ്പന്റെ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സുസ്വാഗതം. തിരുവനന്തപുരത്ത് നിറയുന്ന ഗജരാജപ്രേമി പലതുറി ഒന്നാമനായ യുവരാജാവില്ല ഇനി കടന്നു വരികയായി പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ അരങ്ങുള്ള താരമാകാനും ആവേശങ്ങളുടെ നായകനാകുവാനും കൂടെയുള്ള സാരഥി പായിപ്പാട് ഹിന്ദിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തപ്പന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നു ശിവനന്ദൻ. ഇവൻ സത്യവേലകളുടെ നാളുകളിൽ വൈദ്യക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ താരയൗവനം പ്രൗഢിയുടെ ആദരാഭരണങ്ങൾ ചൂടി അന്നദാന പ്രഭു എഴുന്നള്ളിയപ്പോൾ അഴകിൽ ശ്രീപീഠം തീർക്കുന്ന സൗന്ദര്യ സ്വരൂപം തികഞ്ഞ യുവത്വം കൊണ്ടും തികവാർന്ന ശോഭന ഭാവി കൊണ്ടും നാളെയുടെ രാജാവായി തീരുവാൻ തിരുവനന്തപുരത്തപ്പന്റെ കൃപ നേടി അവതരിക്കുകയാണവൻ. നെല്ലിക്കാട്ട് മലയിൽ നിന്ന് മുണ്ടക്കിലെ കുട്ടിയായി മാറിയ തൊടുമണ്ണക്കാരൻ അലങ്കാര വിസ്മയങ്ങൾക്കും അപ്പുറം ആനന്ദത്തിന്റെ അവസാന വാക്കായി നിറയുന്ന മുഖശ്രീയുള്ളവൻ ഇത്തവണയും ആനച്ചന്തം കൊണ്ട് ശക്തമാകുന്ന ഒമ്പതാം തിരുവത്സവ നാളിലും എഴുന്നള്ളി നിൽക്കുവാൻ വരികയാണവൻ. പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ. അന്നദാന പ്രഭുവായ തിരുവനന്തപുരത്തപ്പന്റെ അമൃത ഉദിക്കുവാനുള്ള മാറ്റങ്ങളുടെ പഠനം പൊരുവിളക്കി ഒരു തമ്പുരാൻ വരികയാണ്. കാലഘട്ടങ്ങളും ഇതിഹാസങ്ങളും വലം വെച്ച് മടങ്ങിയ മണ്ണിൽ തലമുറകൾ കാണാൻ കമ്പം പകർന്നവൻ കാളിയാർ മഠത്തിലെ ശ്രീ ഭദ്രകാളിയുടെയും ശ്രീ വിഷ്ണുമായിയുടെയും ശ്രീ ഗുരുമൂർത്തപ്പന്റെയും ആദരവുള്ളവൻ ഐരാവത സമസൂര്യ പ്രഭാവൻ കടഭകേസരി കാളിയാർ മഠം ശേഖരൻ. ഉയർച്ചയുടെ പാതകളിൽ ഈശ്വരുള്ള കമ്പനാലയായി വഴി നടത്തുന്ന യുവസാരഥി നൂറ്റാണ്ടുകളിൽ ഏജന്റിന്റെ കൈകൾ പിടിച്ച് അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വരികയാണ് ശേഖരൻ. പെരുന്തൃക്കോവിലപ്പന്റെ സേവ ചെയ്ത പുണ്യവും പലകുറി ചൂടി യാത്രമാതപുരിയിൽ താരമായിരുന്നവൻ വലം വെച്ച് തൊഴിൽ മടങ്ങി വടക്കിടപ്പിനെ അനുഗ്രഹവുമായി പുതിയ ഉത്സവകാലത്തെ വരവേറ്റവൻ. ചരിത്ര സത്യങ്ങൾ നാരായണ നാമം ജപിക്കുന്ന പൂർണ്ണവേദപുരിയിൽ താരമായിരുന്നവൻ. കാളിയാർ മഠത്തിന്റെ പേരും പ്രജതയും ആരോളം ഉയർത്തി കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറുവാൻ പോകുന്നവൻ. ആദ്യം കൊണ്ടൊരു വാക്കം നമ്മൾ തെളിയിച്ചടങ്ങിന്റെ തമ്പുരാൻ ആന കേരളത്തിന്റെ പൂർവാദൻ സഹിയാത തലമുറ എന്റെ രത്നം കാളിയാർ മഠം ശേഖര നിരക്കും നിന്റെ സാരഥിമാർക്കും തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഇതാ നായകന്മാർ വരികയായി. കോടി കോടി പുണ്യം ശിരസിൽ ചൂടി ഇനിയിതാ കോടാട് കോടികളുടെ നാഥനായ ഭഗവാന്റെ മണ്ണിലേക്ക് വരുന്നുള്ളൊരു ഭഗവതി പുത്രൻ. ആലസ്യ കാലത്തിന്റെ മൂർധന്യത്തിൽ അമ്മ ഭഗവതി അങ്ങോട്ട് ചെന്ന് കാണുന്ന ആരോപണം പുത്രൻ അവതരിക്കുന്നു. അഴകിന്റെയും ആഘോഷത്തിന്റെയും പെരുമ ചൂടിയ തമ്പുരാൻ കുന്നത്തൂരമ്മ മകൻ അഷ്ടപത്മത വിഭൂഷണൻ ശാന്ത സ്വരൂപഗജരാജൻ കുന്നത്തൂർ രാമ. മികവാർന്ന റോഡുകളിലേക്ക് മികവോടെ വഴി നടത്തുന്ന സാരഥി വിദേശത്തിന്റെ കൈകൾ പിടിച്ചില്ല കടന്നു വരികയാണ് രാമ. അരിമാവെഴുതിയ പേരന്റെ അലങ്കാരത്തോട് ആനത്തോടിൽ ആനന്ദ ഗണപതിയായി പൂജ തന്ന രാമ വരികയായി. ഇവൻ ആരാധക ലക്ഷങ്ങളുടെ നടുവിൽ ഐശ്വര്യത്തിന്റെ കിരീടം ചൂടി വാഴുന്ന അഴകിന്റെ കുലപതി വരികയായി. ആരും പറയുന്ന ആധാര സൗന്ദര്യത്തിന്റെ ആരാധകരെ കോരി ധരിപ്പിച്ച് നിൽക്കുന്ന രാമ വരികയായി. വൈക്കത്തപ്പനെ സേവിക്കുവാൻ റോഡാട്ടുകൾക്ക് മണത്തേറ്റ് വണ്ടി കയറിയപ്പോൾ നിയോഗത്തിന്റെ രാശി ചക്രം തെളിഞ്ഞവൻ ആകാരപ്രൗഢിയുടെ വേദന സൗന്ദര്യങ്ങൾ കാണാൻ അകടാറിൽ ചാത്തി നീങ്ങുമ്പോൾ ഒരു മലയാളത്തിൽ താരനായകനാക്കിയിരുന്ന രാമവിത വരികയായി. നെയ്ത്തിരി നാളെ ചോറും സമർപ്പിച്ച് തിരുവയ്ക്കും വരവേറ്റ കൊള്ളതാണ്
വൈക്കത്തുകാർ നാരായണ വൈക്കത്തോട് ദീർഘമായി തെളിഞ്ഞു നിൽക്കുന്ന ചിദംബര ദുർഗാധിപതി കുന്നത്തൂർ രാമുവിന്റെ രാമുവിനും സാരഥിമാരും അന്നദാന തിരുസന്നിധിയിലേക്ക് തിരുസന്നിധിയിലേക്ക് അന്നദാന പ്രഭുവിന്റെ അമൃത തുല്യതാൻ സ്വാഗതം സുസ്വാഗതം. ഇതാ നായകന്മാരുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ വ്യാഘ്രമാനപുരിയിലേക്ക് ഇതാ ഇത് വലത് കാലം ചെഴുന്നള്ളി വരികയാണ്. വരും കാലത്തിന്റെ നായകൻ പുതിയ തലമുറയുടെ പോരാട്ട ആവേശങ്ങൾക്ക് നായകത്വം പകരുവാൻ പൂരനഗരി കരുതി വച്ചിരിക്കുന്ന വജ്രായുധം പൂരനഗരിയുടെ യുവരാജാവ് പൂർണ്ണതകളുടെ യുവരാജാവ് പേരും പെരുമയും നിറഞ്ഞ യുവരാജാവ് സാക്ഷാൽ യുവരാജ ചക്രവർത്തി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഇതിഹാസ നായകന്റെ പദവിയിലേക്ക് പ്രൗഢിയോടെ വഴി നടത്തുന്ന സാരഥി മണ്ണാർക്കാട് ശശിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവതരിക്കുകയായി. അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് അവൻ അലങ്കാരത്തിന്റെ സ്വർണ്ണമെത്തിപ്പെട്ട മലകെ ചാർത്തി എഴുന്നള്ളി നിൽക്കുവാൻ അവതരിച്ച യുവനായകൻ പുതുമയുടെ ഉത്സവ വേദികളെ തലക്കും വിലങ്ങും വീശിയടിക്കുന്ന ആവേശം തെളിഞ്ഞാല് വടക്കൻ വനാന്തരങ്ങളുടെ വരദാനമായി വശ്യസുന്ദര മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ അതെ അവതരിക്കുകയാണ്. എല്ലാം ചരിത്രമാക്കുവാൻ ഉറച്ച അഴകിന്റെ യുവരാജാവ് ആടിയണിയിൽ ഒരുങ്ങിയതിനപ്പുറം അരങ്ങിൽ ആടി തിമിർക്കുന്ന അവതാരം പിറവിയില്ല വന്നിരിക്കുകയാണ്. കൂട്ടരെ വ്യാഘ്രമാതരെ വരെ നൽകി അനുഗ്രഹിച്ച വ്യാഘ്ര ഉദാഹരിച്ചതിന്റെ മുന്നിലേക്ക് ശിരസിലേക്ക് നിൽക്കുവാൻ ഇത് വയ്ക്കപ്പെട്ട മടുപ്പിൽ അവതരിക്കുകയാണ് യുവരാജ ചക്രവർത്തി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. അതെ പൂർണ്ണതകളുടെ അകമ്പടിയോടെ പൂർണ്ണനഗരിയിൽ വാഴുന്ന ഭാവിയുടെ രാജാവ് പേരുകേട്ട താരങ്ങൾ മാത്രം അണിനിരന്നു നിന്ന നന്ദലത്ത് തറവാടിന്റെ ഇന്നത്തെ താരസൂര്യന്റെ വരവാണിത്. പേരുകേട്ട പഴയ ഗോപാലകൃഷ്ണനും പെരുമയുള്ള പൂരനായകനും ശേഷം നന്ദലത്ത് തറവാട്ടിൽ നിന്നും നായക പദവിയിലേക്ക് സരകരും കുതിക്കുന്നവന്റെ വരവാണിത്. പൂരനഗരിയുടെ രാജകുമാരനായി ഭാവി മലയാളത്തിന്റെ കിരീടവും ചെമ്പേരും ഏറ്റുവാങ്ങുവാൻ ഒരുങ്ങുന്നവന്റെ വരവാണിത്. ശക്തന്റെ നാട്ടിൽ നിന്നും ശക്തി ചെയ്തന്റെ മൂർത്തിയായ വൈക്കത്തപ്പന്റെ മുന്നിലേക്ക് വന്നു ചേരുകയാണവൻ യുവരാജ കരിവീര കേസരി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. അക്ഷരം തെറ്റാൽ ആവേശത്താൽ ആരതിയുടെ യാനം കേരളം വരവേൽപ്പ് തെച്ചുകൊണ്ടിരാൻ വീഥികൾ മറന്ന് കവല കയറി വീരനായി ഇല്ലാതെ വീരനായി മാറിയ ഒങ്കിരത്തിനായി അഴക് തന്റെ വജ്രായുധനാക്കി അടവ് ആദ്യമായി വൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്നവൻ ഉന്നതികളിൽ ചെന്നെത്തി ചേരേണ്ടെന്ന ഭാഗ്യജാതകവുമായി പിറവികൾ ഉത്തമ ഗജതാരകം ആദ്യമായി വൈക്കത്തപ്പന്റെ തിടമ്പേക്ക് നൽകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പുണ്യഭൂമിയിൽ അവതരിച്ചവൻ ആ തുടരിൽ തന്നെ ആരതിയോടെ ഗജപൂജ ഏറ്റുവാങ്ങിയവൻ യുവരാജ കരിവീര കേസരി നന്ദിലത്ത് ഗോപാലകൃഷ്ണനും സാരഥിമാരും തിരുവൈക്കത്തപ്പന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ ചുമതലയിൽ തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിൽ ഒരുങ്ങുന്ന ഈ ആനയുടെ അതിവിശിഷ്ടമാകുന്ന ഈ വിസ്മയം കാണിച്ചത് കാണുവാൻ മുഴുവൻ സജ്ജനങ്ങളുടെയും സത്യത്തിന് സാധനം ക്ഷണിക്കുന്നു. ആനയുടെ ആരംഭിക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒത്തിരി കണ്ടിട്ടില്ല. അവനോട് കാണാനേ വരാൻ ഇങ്ങനെ അവര് വെച്ചു കൊടുക്കാൻ
വന്നെങ്കിൽ